സാധാരണ രീതിയിൽ നമ്മൾ എന്ത് വിചാരിക്കും, എത്ര ക്രൂരമായിട്ടാണ് ആ നായിക നടി ഇങ്ങനെ ചെയ്തത്. ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ അവരുടെ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ? കാരണം വളർന്നു വരുന്നൊരു നായിക നടിയാണ്. ഇപ്പം മലയാള സിനിമയിൽ ആദ്യത്തെ പേരുകാരി അനശ്വര രാജനാണെന്ന് ആലോചിക്കണം. അതിന് കാരണം നേര് എന്നുള്ള സിനിമ, രേഖാചിത്രം സിനിമ, ഈ 2 സിനിമ കണ്ടവരൊന്നും ആ നായിക നടിയെ മറക്കില്ല. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ആ കുട്ടിയെക്കുറിച്ച് വലിയ ആരോപണങ്ങളും കേട്ടിട്ടില്ല. പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ കേൾക്കാൻ കാരണം? അതിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടോ? എന്താ സത്യാവസ്ഥ? നമ്മളൊരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. മുൻപ് ഇവിടെ നയൻതാര സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ വന്നില്ല എന്നുള്ള ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അങ്ങനെ പലരെക്കുറിച്ചും പറയാറുണ്ട്. അന്ന് അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമയിൽ അഭിനയിക്കാൻ ഇത്ര ദിവസം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതിൻ്റെ തുക പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്, അത് കൃത്യമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അന്ന് അവരൊക്കെ പറഞ്ഞിരുന്നത്. ശരിയാണ്, ഷൂട്ടിംഗാണ്, ചിലപ്പോൾ 1-2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് സംഭവിക്കാം, മറ്റ് അസുഖം കൊണ്ട് സംഭവിക്കാം. അതൊക്കെ നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണത്. അങ്ങനെയൊക്കെ എത്രയോ നടക്കാറുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അനശ്വര രാജൻ എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ തൻ്റെ സിനിമയ്ക്ക് ഉള്ള പ്രൊമോഷൻ നൽകുന്നതിന് കൂടി പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എഗ്രിമെൻറ്റിൽ അങ്ങനെ വെച്ചിട്ടും അനശ്വര രാജൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നടപടികളെടുക്കാം. അതെങ്ങനെ? അനശ്വര രാജൻ ഇപ്പോൾ അമ്മയുടെ മെമ്പറാണ്. ദീപു കരുണാകരൻ 2 രീതിയിലും, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും മെമ്പറാണെന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള സംഘടനകളിൽ പരാതി കൊടുക്കാം. ഈ പരാതി കൊടുക്കുമ്പോൾ അതൊരു അന്വേഷണം വരും. അങ്ങനെയൊക്കെയാണ് സാധാരണ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഈ കുട്ടി അനശ്വര രാജൻ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടില്ലെങ്കിലോ? സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിയമപ്രകാരം ആ നടിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല.